അതിപ്പോ ഉണ്ണിക്കുട്ടൻ പറയും. ഹലോ, ആർക്കെ ഉറങ്ങിയാണ് ഗൈസ്. ഇന്നലെ ഓടിപ്പോയിട്ടൊക്കെ വൈകുന്നേരം ആയപ്പോഴാണ് വന്നത്. ഉറങ്ങിക്കോ കിടന്നോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2 മണിക്കാണ്. ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ആദ്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. വലിയ കറികളൊന്നുമില്ല ഗൈസ്. ചക്ക, നെത്തോലി മീൻ, പയറ് തോരൻ, പങ്ങിക്ക് 2 പൊരിച്ചമീൻ, ഒരു ബോട്ടിൽ വെള്ളം. ഇത്രയും സംഭവങ്ങളാണ് ഇന്നത്തെ എന്റെ ഫുഡ്. തുടങ്ങാം. അടിപൊളിയാണ് ഗൈസ്. ഇത്രയും ഷൂട്ട് ചെയ്യും കഴിപ്പും കൂടെ നടക്കൂലേ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഗായ്സ്, ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാൾ ഇതാ കടന്നു വരുന്നു. ഉണ്ണിക്കുട്ടൻ. ഇന്നത്തെ വ്ളോഗ് കണ്ടോ? ഇറങ്ങിയില്ലേ? ഞാൻ വ്ളോഗ് ഇന്ന് ഇടാൻ പോണേ ഉള്ളൂ ഗായ്സ്. കണ്ടില്ലേ? അപ്പൊ ഇവന് ഞാൻ വ്ളോഗ് കാണിച്ചു കൊടുത്തിട്ട് ഈ വ്ളോഗ് ഇറങ്ങുമ്പോ എന്തായാലും നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടിരിക്കും. അതാണ് സംഭവം. ആദ്യം ഒന്നില്ല, ആദ്യം എപ്പോഴും വരുന്നു. വീട്ടിൽ വിളിച്ചു നോക്കിയാ അവനോട് പറഞ്ഞില്ല നീ പാറ പോയിന്ന്. നമുക്ക് ഒരുമിച്ച് പറയാമേ. അവന്റെ റിയാക്ഷൻ എടുക്കാനാണ്. മനസ്സിലായ? എടാ നീ കഴിച്ചിട്ട് തന്നെ അതേ കഴിച്ചിട്ട് പോവാ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് കാണണം ഗായ്സ്. അപ്പൊ നമ്മുടെ സംഭവ കഥയിലെ നായക ഇഞ്ഞെത്തിയിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ രണ്ടുപേരുടെ അടുത്തായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്. അതിപ്പോ ഉണ്ണിക്കുട്ടൻ പറയടാ. ഓ, ഓഹോ, കള്ളം പറയല്ലേ. വ്ളോഗ് എടുത്ത് നിനക്ക് വ്ളോഗ് കാണിച്ചു തരാം. ഞാൻ പാറയില് പോയി. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവനാണ് ഏറ്റവും കൂടുതൽ പാറയിൽ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. എന്ത് തോന്നുന്നു? എന്നാലേ ഞാൻ പറ്റിച്ചെന്ന് പറഞ്ഞു. പറ്റിച്ചെന്ന് പറയടാ. നീ വിശ്വസിച്ചോ? പാറ പോയി നീ വിശ്വസിച്ചോ? ഇവൻ ചുമ്മാ പറഞ്ഞാണ്. എങ്കിൽ നമ്മള് യഥാർത്ഥത്തിൽ പോയി. വിശ്വസിച്ചില്ലേ? ആ വ്ളോഗാണ് എഡിറ്റ് ചെയ്തിട്ടിരുന്നത്. നമുക്ക് അടുത്തൊരു ദിവസം പോവാം. 7ാം ക്ലാസ്സിലെ എക്സാം ആണ്. ഓ, വെക്കേഷൻ ആണ്. ഞാൻ വിചാരിച്ചു ഇവന്റെ റിയാക്ഷന് ഇവൻ വന്ന് 2 ഇടിയൊക്കെ ഇടിക്കുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ ഡൗൺ ആയ ഫീലിലാണ് ഇരുന്നത്. എന്റെ പൊന്നെ വെറൈറ്റി. ഇതാ നോക്കിയാണ്, കണ്ട മഴ പോലെയൊക്കെ ഇരിക്കണ്. ബട്ട് കാണാൻ വേറെ ലെവല്. അതൊരു ഡയലോഗ് ഉണ്ടല്ലേ, പേന പടവാളാക്കണം എന്ന് പറഞ്ഞ പോലെ ഇത് പേന മഴുവാക്കണം എന്ന് ചെത്തിക്കളയാ. അടിപൊളി വെറൈറ്റി സാധനം. ഗായ്സ്, ഏകദേശം 1 മാസത്തിന് മുമ്പ് ഞാൻ ഒരു ബുക്ക് വായിച്ചു. പക്ഷെ ബുക്ക് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുവരെ വായിക്കാതെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നോട്ട് അത് വായിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏത് ബുക്ക് എന്ന് പറഞ്ഞാൽ ഡേവിഡ് ഗോഗിൻസിന്റെ ഉണ്ട്. വേൾഡിലെ ഏറ്റവും ടഫസ്റ്റ് മാനായ ഡേവിഡ് ഗോഗിൻസിന്റെ കനോട്ട് ഹർട്ട് മീ. ഇതാണ് ഈ ബുക്ക്. വാവ്, ഇതാണ് ബുക്ക്. ഇതുവരെ വാങ്ങിച്ചിട്ട് 1 മാസത്തോളമായി വാങ്ങിച്ചിട്ട് ഇതുവരെ വായിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് റീഡ് ചെയ്യണം. കുറച്ച് സംഭവങ്ങൾ ഇന്ന് തന്നെ ഡെയിലി കുറച്ച് പേജസ് നമ്മൾ റീഡ് ചെയ്ത് നോക്കണം. ഈ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കും. അപ്പം ഫസ്റ്റ് പേജ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടണമെങ്കിൽ, എന്ത് നോളജ് ആയാലും എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഡെയിലി വായിക്കാം. ഡെയിലി ഓരോ പേജിൽ നിന്ന് ഒരു കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കിട്ടും, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. ഓക്കെ, ഇതൊരു നല്ല സെഗ്മെന്റ് ആയിരിക്കും. കുറച്ച് നോളജബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു 10-30 പേജിൽ നിന്ന് ഒറ്റയിരുപ്പിന് നമുക്ക് വായിച്ച് തീർക്കണം. ഗുഡ് ഐഡിയ അല്ലേ? നോക്കാം നമുക്ക്. ഗായ്സ്, ഇപ്പോൾ ടൈം 7 മണിയായി. ഗായ്സ്, അപ്പോൾ ഞാൻ ബുക്കും വായിച്ചിട്ട് നേരെ പോയി കുളിച്ച് സെറ്റായി റെഡിയായി വന്നു. ഞാൻ 15 പേപ്പർ ടോട്ടൽ വായിച്ചു. ടോട്ടൽ 11 ചാപ്റ്റർ ഉണ്ട് ഗായ്സ്. ഇതിൽ ഓരോ ചാപ്റ്റർ എന്ത് ചെയ്യുമ്പോഴും പുള്ളി ഓരോ ചലഞ്ച് നമുക്ക് തരുന്നുണ്ട്. പുള്ളി അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ നമ്മളെ കംഫർട്ടബിൾ സോൺ ബ്രേക്ക് ചെയ്ത് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്ത് ഒരു ഗ്രോത്തിലോട് കൊണ്ടെത്തിക്കാം. അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്കാണ് ഗായ്സ്. ഇന്നത്തെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ചേ വായിച്ചുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവമാണ് വിക്ടിം മെന്റാലിറ്റി. എന്താണ് വിക്ടിം മെന്റാലിറ്റി? വിക്കിപീഡിയ നോക്കാം. വിക്കിപീഡിയ എന്താണ് പറയുന്നത്? വിക്കിപീഡിയ ഇതാണ് പറയുന്നത്. വിക്ടിം മെന്റാലിറ്റി ഈസ് എ സൈക്കോളജിക്കൽ കൺസെപ്റ്റ് റെഫറിംഗ് ടു എ മൈൻഡ് സെറ്റ് ഇൻ വിച്ച് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടെൻസ് ടു റെക്കഗ്നൈസ് ഓർ കൺസിഡർ ദംസെൽവ്സ് എ വിക്ടിം. അതായത് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് സംഭവം. അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് അതുപോലെ ജീവിക്കുകയോ നെഗറ്റീവായിട്ട് നമ്മളെ കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ആ ഒരു ഫീഡ്ബാക്കിൽ തന്നെ അങ്ങനെയാണ് ഞാനെന്ന് വിശ്വസിച്ച് ജീവിക്കണേ. നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ ഇല്ലാത്ത അവസ്ഥ. അതാണ് വിക്ടിം റോൾ എന്ന് പറഞ്ഞത്.
സോ അത് മെയിൻ ആയിട്ട് അവോയ്ഡ് ചെയ്യണം. നമ്മൾ നമ്മളായിട്ട് തന്നെ ഗ്രോ ആയിട്ട് വരണം. നമ്മളെ സെൽഫ് വാല്യൂ നമ്മൾ ഉയർത്തണം. അതിനെന്ത് ചെയ്യണം? അതിന് നമ്മളെ ചലഞ്ച് ചെയ്യണം എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ ഹെവി ആയിട്ടുള്ള ചലഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ ഒരു ചലഞ്ചുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അത്രയും പവർഫുൾ ആവും. ഇതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പല പല അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. പക്ഷെ അതിലല്ല കാര്യം, നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു അതിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാവുന്നു എന്നാണ് ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. സോ തിങ്ക് ഇറ്റ് ഗൈസ്. ഇതാണ് ഈ ബുക്ക്, കനോട്ട് ഹർട്ട് മീ. ലൈഫിൽ എപ്പോഴായാലും നമുക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ബുക്കാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലിലാക്കാം. എന്തായാലും നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഉറപ്പായിട്ടും അത് ചേഞ്ച് ആവും. നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചേഞ്ച് ആയിരിക്കും ഗൈസ്. ഇതിപ്പോൾ ഞാൻ ഈ ഔട്ടർ കൊടുക്കുന്ന നെക്സ്റ്റ് ഡേയിലാണ് ഗൈസ്. ഇന്നലത്തെ ഡേയിൽ വേറെ വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് വീഡിയോ ഒരു ഷൂട്ടിംഗ് അവിടെ വെച്ച് എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഔട്ടർ എടുക്കാൻ വേണ്ടി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുക അല്ലേ? സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. There's no mercy in this world, just hunger thirsty persons in different versions, each new update that shit worsens. Why?